പ്രൊഫസറോട് വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുള്ളൂ. ഞാൻ സുവിശേഷത്തിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ചില സന്ദേശങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കിൽ വന്നു, അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിന് ലോകാവസാനത്തിനു അടയാള എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഒരു അപേക്ഷയാണ് യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ശിഷ്യന്മാർ കൊണ്ടുവന്നത്. കാരണം അന്നും പഴയ നിയമ രീതിയിലുള്ള ആചാരങ്ങളുടെ ക്രമങ്ങൾ നടക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യൻ അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു പലരുമൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ സ്വന്തമായുള്ള ശിഷ്യന്മാരുടെ ചിന്ത വന്നോ എന്ന് പറയുന്നില്ല, എങ്കിലും ചെന്ന് ചോദിച്ചു. അപ്പോൾ യേശു സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ ഉണ്ടാകും, ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകും, ജാതിയുടെ എതിർക്കുമൊക്കെ എന്ന് ദൈവം പ്രൈസ്ലോടാമേ സ്തോത്രം അതിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. നിങ്ങളാരും തെറ്റിച്ച് കളായിരിക്കും സൂക്ഷിക്കണം. വളരെ ഒക്കെ രീതിയിലാണ് ഈ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. പിന്നെ 3 ചിന്ത വേദപുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അതായത് 1 നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയാണ്, 2 ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയാണ്. ഇത് രണ്ടും ഒരു നാശത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. നോഹയുടെ ദൈവമാണ് പറഞ്ഞത്, അതായത് നോഹയ്ക്ക് കൃപ ലഭിച്ചെന്നാണ് പറയുന്നത്. നോഹയ്ക്ക് കൃപ ലഭിക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നോഹ ഒരു വിശുദ്ധനായി അല്ലെങ്കിൽ ദൈവമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ടാണ് നോഹയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ പരമേൽപ്പിച്ചത്. അപ്പം നോഹ വിവാഹം കഴിച്ചതാണ്. നോഹയ്ക്ക് 3 മക്കളുണ്ട്, 3 ആൺപിള്ളേർ. അവർ കുടുംബമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെട്ടകം ഉണ്ടാകണം, അതുപോലെ അതിൻ്റെ വീതി ഇത്ര, നീളം ഇത്ര, അതിൻ്റെ അളവ് പോലൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തു. അതിൻ്റെ വൃക്ഷത്തിൻ്റെ പേര് ഖോബർ മരം എന്ന് പറയുന്ന മരത്തിൽ നിന്നാണ് വെട്ടി കൊണ്ടുവന്ന് പണി ആരംഭിച്ചത്. നല്ലൊരു പെട്ടകം ഉണ്ടാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ജലപ്രളയത്തിൽ ജലപ്രളയം വരുമ്പോൾ അത് വലഞ്ഞ് ഇളകിപ്പോകാൻ പാടില്ല. നല്ല രീതിയിലുള്ള ഒരു പെട്ടകമാണ് ദൈവം നോഹയോട് പറഞ്ഞത് ഉണ്ടാക്കാൻ. അങ്ങനെ നോഹ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് തുടങ്ങി. കാരണം ദൈവം പറയുമ്പം ചെയ്തേ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നോഹയ്ക്ക് പറ്റില്ലെങ്കിൽ മറ്റൊരാളെ ചെയ്യിപ്പിക്കും. നോഹ അത് ഏറ്റെടുത്ത് ചെയ്ത് പണി തുടങ്ങി. എന്നിട്ട് പറഞ്ഞ് സകല ജീവികളിൽ നിന്ന് ഇരുട്ടായി ഇതിൽ കയറ്റണം. ഇരുട്ടായി കയറ്റുക എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങളും അതിനകത്തുണ്ടായിരുന്നു, കയറ്റണമെന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യൻ്റെ ചിന്തകൾ, പ്രവൃത്തികൾ, അവരുടെ നിരൂപണങ്ങളൊക്കെ ദൈവത്തെ നിന്ന് അകന്ന് ഭയങ്കരമായ രീതിയിൽ, മോശമായ രീതിയിൽ പോകുന്നത് കൊണ്ട് ഈ ജനത്തെ നശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. പക്ഷെ രക്ഷപ്പെട്ട് പെട്ടകത്തിൽ വരുന്നെങ്കിൽ അവർക്ക് രക്ഷയുണ്ട്. ദൈവത്തിന് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നോഹ എല്ലായിടത്തും പറഞ്ഞു. അന്നുള്ള കാലഘട്ടത്തിൽ ഒരു പക്ഷേ നോഹയെടുത്ത് പറഞ്ഞാണ് വേറെ ജോലിയില്ലാതെ നോഹയ്ക്ക് എന്തോ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് പലരുമൊക്കെ കളിയാക്കി കാണും. ഇന്നും അതുപോലെയാണ്. അന്ന് പഴയ നിയമത്തിൽ കാലഘട്ടത്തിൽ പെട്ടകമായിരുന്നു രക്ഷ സകല മനുഷ്യർക്കും. ഇന്ന് ആ പെട്ടകത്തിൻ്റെ സ്ഥാനത്ത് യേശു ക്രിസ്തുവാണ് സകല മനുഷ്യർക്കും രക്ഷ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഇന്നും ചിലയിടത്തൊക്കെ നമ്മൾ സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പോവുകയും ചെയ്ത് അവർ പറയുന്നത് വയറ്റിപ്പഴുപ്പാണ്, ജോലി ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണെന്നൊക്കെയാണ് കളിയാക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത എടുത്താണ് ആക്ഷേപിക്കുന്നത്. ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ജോലി ചെയ്യുന്നതിന് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ജോലി ചെയ്താൽ കാശ് കൈ കിട്ടും. പിന്നെ സുവിശേഷ വേല ചെയ്യുന്നെങ്കിലും 10-20 വർഷമായി പ്രധാനൻ്റെ വേല ഞാൻ ചെയ്യുന്നു. പക്ഷേ ഇന്നുവരെ ആരെയും വിട്ടുവീഴ്ച കഴിച്ചിട്ടില്ല. സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുമില്ല, സമ്പാദിച്ചിട്ടുമില്ല. ബൈബിള് മാത്രമാണ്. പിന്നെ ഒരു സമാധാനം, സന്തോഷമുണ്ട്. അതുകൊണ്ട് ദൈവസ്ഥാനിൽ നിന്ന് പോവുക. എൻ്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയാ എന്നൊക്കെ പോകുന്നതെന്നൊക്കെ പറയുന്നത്. സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്ന്
നല്ല രീതിയിൽ സുരക്ഷ വില ചെയ്യുന്നവർക്കൊന്നും സഹായമൊന്നുമില്ല, അല്ലാത്തവർക്കൊക്കെയാണെന്ന് സമ്പത്തൊക്കെ പലരും കൊടുക്കുന്നത്. എങ്കിലും സുരക്ഷ വില ചെയ്യുന്നതിന് സമ്പത്ത് ആവശ്യമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ ഒക്കെ കഷ്ടപ്പെട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. പറഞ്ഞു വന്നത്, ആ രക്ഷ അന്നും നോഹ പറഞ്ഞു. പക്ഷെ ജനമൊന്നും ഇത് മനസ്സിലാക്കിയില്ല. അതൊന്നും ഗ്രഹിപ്പാൻ അവർക്ക് മനസ്സിലാകാൻ കഴിഞ്ഞില്ല. കാരണം നോഹയോട് ദൈവം ഒരു അടയാളം കൊടുത്തായിരുന്നു. മഴ പെയ്യുമെന്നാണ്. അന്ന് മഞ്ഞൊക്കെ പെയ്താണ് ധാന്യങ്ങൾ വിളയുകയും കൃഷിയൊക്കെ നിറവുണ്ടാവുന്നത്. പിന്നെ മഴ പിന്നീട് ദൈവം നോഹയുടെ കാലത്താണ് ആരംഭിച്ചത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആശാരി പോലും പെട്ടകത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ പലരും ഉണ്ട്, അവരാരും പെട്ടകത്തിൽ ഉണ്ടായില്ല. നോഹയും കുടുംബം 8 പേര് ശേഷിച്ചു. നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. അവര് കല്യാണം കഴിച്ചപ്പോൾ ആറ് പേരായി. 3 മക്കള് കല്യാണം കഴിച്ചപ്പോൾ 3 പേരും കൂടെ അവിടെ വന്നപ്പോൾ 6 പേരായി. പിന്നെ നോഹ 7, അതുപോലെ ഭാര്യ 8 പേരാണ് ജലപ്രളയത്തിലൂടെ രക്ഷ പ്രാപിച്ചത്. 8 പേർക്ക് അല്ലായിരുന്നു, സകല മനുഷ്യർക്കും ഉള്ളതായ ഒരു രക്ഷയാണ് ഒരുക്കിയത്. അതായത് ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ദൈവവചനത്തിലുണ്ട്. ഓരോ വിഷയങ്ങളും അത് ആ സമയത്ത് തക്കത്തിൽ ഉപയോഗിച്ചെങ്കിലേ അതിനൊരു മറുപടി ഉണ്ടാവും. ദൈവ ആലോചന പറയുമ്പോൾ അത് ഏറ്റെടുത്ത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ അവിടെയാണ് വിടുതൽ നടക്കുന്നത്. നിങ്ങളോട് പറയാൻ സന്ദേശം ഇതാണ്: ദൈവം എന്തെങ്കിലും ആലോചന പറയുമ്പോൾ തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. പ്രായം ചെന്നല്ലോ, പ്രായം ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നല്ലോ, ജോലി കിട്ടുന്നില്ലല്ലോ, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അങ്ങനെ അനേക വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴൊക്കെ ചിന്തിക്കും. പക്ഷെ അത് ആ സമയങ്ങളിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവം വഴികൾ ഒരുക്കി തരും. നാളത്തേക്ക് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ അവസാനം ഒന്നും എങ്ങും ഇല്ലാതാവും. അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ നടന്നത്. മരണം പ്രാണരക്ഷയ്ക്ക് വേണ്ടി പെട്ടകം ഒരുക്കിയതാ. എന്നാ പറയട്ടെ, പെട്ടകം ഒരുക്കി എല്ലാ ജനവും കയറിയെന്ന് കൂട്ടിക്കും. എൻ്റെ ഉദാഹരണം പറയാം. എല്ലാവരും കയറിയെന്ന് കൂട്ടിക്കും. കയറി. അപ്പോൾ ജീവജാലങ്ങളിൽ നിന്നുള്ളതായ ഇരുണ്ട് അതിനകത്താണ്. അപ്പോൾ എല്ലാ ജനവും വരുമെന്നുള്ളതായ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുന്നത്. കാരണം മനുഷ്യന്റെ ചിന്തയും മനുഷ്യന്റെ പ്രവർത്തനവും ദൈവത്തിനറിയാം. മനുഷ്യൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന പറയാം. സംസാരിക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കും. വഴക്ക് കൂടല്ലേ എന്ന് പറഞ്ഞാൽ വഴക്ക് കൂടും. ഇങ്ങനെ മനുഷ്യന്റെ സ്വന്തമായുള്ള രീതിയിൽ അഹങ്കാര ബുദ്ധിയിൽ ആണ്, കുതിർ ബുദ്ധികളാണ് ജീവിതത്തിൽ മനുഷ്യനുണ്ട് എന്നുള്ളതുകൊണ്ട് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് ഈ അന്നത്തെ പാവാങ്കലമായ ലോകത്തെയും നോഹ കുടുംബത്തെ ശുദ്ധീകരിച്ചിടുകയാണ് ദൈവം. എങ്കിലും ദൈവം ഒരു നീക്കുപോക്ക് കൊടുക്കാം. ദൈവം സമീപസ്ഥനാണ് ജനത്തിന്. പക്ഷെ ഒരു ജനവും അതിനകത്ത് കയറിയില്ല. വളരെ ദുഃഖകരമായ ഒരു അനുഭവമായി. എന്ന് പറഞ്ഞാൽ നോഹയും കുടുംബവും മാത്രം ശേഷിച്ച് ബാക്കി ലോകത്തുള്ള ജനങ്ങൾ ഒന്നുപോലും കയറാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അന്ന് ഇത് കേട്ട് ചിലരുടെ മനസ്സ് അലിഞ്ഞ് വന്നു കാണും. മഴ പെയ്തെന്ന് കണ്ടപ്പോൾ അതൊരു വലിയ ഒരു രീതിയായിട്ട് അത്ഭുതമായി കണ്ട് നോഹ പറഞ്ഞ ശരിയാണല്ലോ എന്ന് ഓർത്ത് ചിലർ അടുത്തുള്ള ഭാഗത്ത് നിന്നൊക്കെ ഓടി വന്നു കാണും. പക്ഷെ പെട്ടകത്തിന്റെ വാതിൽ തന്നെ ആർക്കും കയറാൻ പറ്റില്ല. വെള്ളം കൊണ്ട് ഒലിച്ചുകൊണ്ട് പോയി. പെട്ടകം ഒഴുകാൻ തുടങ്ങി. നോഹയോട് പറഞ്ഞ ജീവജാലങ്ങളും നോഹയും കുടുംബവും ഒക്കെ പെട്ടകത്തിനകത്ത് സുരക്ഷിതരായി. ഇന്നും അതുപോലെയാണ്. കൃപയുടെ വാതിൽ അടയാറായിട്ടുണ്ട്. കർത്താവിന്റെ രക്ഷ ഇത് നിലനിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ കൃപ യുഗത്തിൽ രക്ഷ സ്വീകരിച്ച് ദൈവസ്ഥാനത്ത് വരാൻ വഴിയൊരുക്കിയിരിക്കുകയാണ്. എന്താണ് രക്ഷ? യേശുവിനെ സ്വന്തം രക്ഷതാവായി സ്വീകരിക്കണം. യേശു രക്ഷകനാണ്, നീ പാവിയാണ് ഏറ്റുപറഞ്ഞ് സ്വന്തം രക്ഷതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് രക്ഷ പ്രാപിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പം മുറുകി പ്രധാന വരവരുകയാണ്. ദൈവഭാവത്തിലേക്ക് വന്നെങ്കിലേ ആ സ്തോത്രം യഥാർത്ഥമായ രക്ഷയുടെ ഒരു പൂർത്തീകരണമായി തീരാനായിത്തീരും. യേശുവിനെ വിശ്വസിക്കുന്നവരുണ്ട്, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കാത്തവരുമുണ്ട് ലോകത്ത്. യേശുവിനെ വിശ്വസിക്കുന്നതും യേശു പറഞ്ഞിരിക്കുന്ന വചനവും കൂടെ അനുസരിച്ച് ജീവിക്കണം. എങ്കിലേ രക്ഷയുടെ പൂർത്തീകരണമാവും. ഇന്നത്തെ രക്ഷ കർത്താവാണ്, യാതൊരു സംശയവുമില്ല. കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്, മറ്റൊരുത്തനും രക്ഷയില്ല.
ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മേളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമമില്ല എന്നാണ്. അത് പുതിയ നിയമത്തിലുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ സന്ദേശം അറിയിക്കുന്നത്. അപ്പോൾ അന്ന് നോഹയും കുടുംബവും മാത്രം ശേഷിച്ച് ഒരു പർവ്വതത്തിൽ പെട്ടത് ഉറച്ച് പിന്നെ ഒരു പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. പിന്നെ നോഹയുടെ കുടുംബത്തിലുള്ള തലമുറയിലുള്ളവരാണ് വീണ്ടും പിന്നീട് വർദ്ധിച്ചുകൊണ്ട് വന്നത്. മറ്റേ ഉള്ള ആദിം ഹവ്വയുടെ തലമുറയിൽ ജനിച്ചവരൊക്കെ മരിച്ചുപോയി. പിന്നെ പുതിയ യുഗം നോഹയുടെ കുടുംബമായിട്ടുള്ള ഒന്നേന്ന് പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞാൽ ആദിം ഹവ്വയുടെ പരമ്പര തന്നെയാണ് എങ്കിൽ തന്നെയും ഒരു ഇടയ്ക്കൊരു സ്റ്റോപ്പ്. അതായത് നോഹ കുടുംബത്തിന് മുന്നിൽ ആദിം ഹവ്വയും ജനിച്ചു വരുന്ന കാലഘട്ടത്തിൽ കുറേ നാൾ കഴിയുമ്പോഴും മനുഷ്യന്റെ ചിന്തയും പ്രവർത്തനങ്ങളും ദൈവഹിതമില്ലാതെ ദോഷകരമായി പോകുന്നത് കൊണ്ട് നോഹയും കുടുംബം എടുത്ത് പറഞ്ഞ് പെട്ടുകൊണ്ടാക്കാൻ, എന്നിട്ട് നോഹ കുടുംബം ശേഷിച്ച് മറ്റുള്ളവരെല്ലാം മരിച്ചുപോയി, വെള്ളപ്രളയത്തിൽ മരിച്ചുപോയി. ഇത് നോഹയും കുടുംബമായിട്ടുള്ള രണ്ടാമത്തെ ഒരു തലമുറയിലേക്ക് ഞാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദൈവം പറഞ്ഞ് ജലപ്രളയത്തെ ലോകം നശിപ്പിക്കത്തില്ല എന്ന് ദൈവം വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ജലപ്രളയം വരുമെന്ന് പറഞ്ഞ് ഇനി പേടിക്കണ്ട. കാരണം അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, പക്ഷെ മൊത്തത്തിൽ ഉണ്ടാവില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ ഇനി ഒരു ലോകാവസാനം ഇല്ല. കാരണം ഇനി ലോകാവസാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിനോട് ബന്ധത്തിലുള്ളൂ. അവസാനമുണ്ട്, അത് കർത്താവിൻ്റെ വരവിൽ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി, ഈ ആകാശം ഭൂമി ഒഴിഞ്ഞു മാറും, ഒരു പുതിയ ആകാശം പുതിയ ഭൂമി വരും. അത് പുതിയ ഒരു രാജ്യമായി വരും, കർത്താവ് ഭരിക്കുന്ന രാജ്യമായിട്ട് വരും. അപ്പോൾ നോഹയുടെ കുടുംബത്ത് സംഭവിച്ചതുപോലെ ആയിരിക്കും എന്നുള്ളതാണ് ഈ കർത്താവിൻ്റെ വരവിൽ സംഭവിക്കും. പലരൊക്കെ തള്ളപ്പെടുക എന്ന് പറയുമ്പോൾ ആരും നിശ്ചയം ദൈവം ആഗ്രഹിക്കില്ല. പലരും പല ചിന്തകളിൽ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. അവരുടെ ചിന്തയിൽ അവരുടെ പ്രവർത്തന ശൈലിയിലേക്ക് അവരങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നാശത്തിലേക്ക് പോകുന്ന കുറേ ജനം ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയുവാൻ ആരും നശിച്ചു പോകില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ രണ്ടാമത് വായിക്കുന്നത് ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ എന്നാണ്. ലോത്തിന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്? ലോത്തിന്റെ കാലത്ത് സൊദോം ഗൊമോറ എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പട്ടണം, അവിടെ ആബാലവൃദ്ധ ജനം പാപത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് പാവം കുടിച്ച് കലർത്തി കുടിക്കുക. അത് ആണോടുള്ള ബന്ധത്തിലുള്ളതായ പാപമാണ്. അങ്ങനെ ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുക. അത് ലോത്തും കുടുംബം അവിടെ താമസിച്ചിരുന്നു. ലോത്തും കുടുംബം എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ സഹോദരന്റെ മകനാണ്. അവരുടെ ബന്ധത്തിലുള്ളതായ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ലൂത്ത്. പക്ഷേ ആ പട്ടണം ദൈവം നശിപ്പിക്കാൻ പ്ലാനിടുക. ലോത്തിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ഈ സൊദോം ഗൊമോറ വിട്ടുപോകണം. പട്ടണത്തിന്റെ പേര് സൊദോം ഗൊമോറ. വിട്ടുപോകണം, ഈ ദേശം ഞങ്ങൾ നശിപ്പിക്കാൻ പോകുന്നു. അവര് ഒരു പറഞ്ഞെങ്കിൽ അവസാനം പോകേണ്ടി വന്നു. ഓടുന്ന സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. ദൈവം ഒരു വ്യവസ്ഥ കൊടുത്തു, ഓടുന്ന സമയത്ത് തിരിഞ്ഞു നോക്കരുത്. പക്ഷെ ലോത്തും കുടുംബം ഓടി. പക്ഷെ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. അത് ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു നാശം സംഭവിച്ചു. ദൈവത്തിന്റെ പദ്ധതി വിട്ടുവീഴ്ചയുന്നുണ്ട്. ദൈവം അവിടെ പറയുന്ന രീതിയിൽ തന്നെ പോകണം എന്നത്. അങ്ങനെ ആ പട്ടണം തീ കൊണ്ട് നശിപ്പിച്ചു. വേദവചനത്തിൽ തീക്കാൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. പത്രോസിന്റെ ലേഖനത്തിൽ ദൈവം വ്യക്തമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ലോത്തിന്റെ കാലം സംഭവിച്ചാലാവും. നോഹയുടെ കാലത്ത് ചിലപ്പോഴായിരുന്നു, അതിനി ഇല്ല. ഇനി ലോത്തിന്റെ കാലം സംഭവിച്ചില്ല, അത് സംഭവിക്കും എന്നുള്ളതാണ് ദൈവം അവിടെ റെക്കോർഡിട്ട് രേഖപ്പെടുത്തി എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റമില്ല. അത് നിവൃത്തിയാകും. ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം അവിടുന്ന് ആരംഭം കുറിച്ചാൽ നമുക്ക് ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ ദൈവത്തെ എത്രത്തോളം ഭയപ്പെട്ട് എത്രത്തോളം നമ്മൾ ജീവിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദിവസത്തിലായി ചിലര് പല നിലകളിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളെ അറിയും ദൈവം. നമുക്ക് പുറമേ ഒന്നും പറയാൻ കഴിയില്ല. കാരണം പലരുടെയും ഹൃദയങ്ങൾ അറിയും ദൈവമാണ്. ചിലർ നല്ല വിശ്വാസത്തിലുള്ളവരുണ്ട്. ഇനിയിപ്പോൾ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷയമല്ല. കാരണം അവരവർ നോക്കി ജീവിക്കുക എന്നുള്ളത് ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇനി വരും. അതുകൊണ്ട് നാശം എന്തായാലും ഉണ്ട്. അതുകൊണ്ട് ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് വേണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷം വ്യക്തിപരമായി ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ കർത്തവ്യം ചെറുതായാലും വലുതായാലും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ പറയുന്നത് പോലെ നിന്ദകളും പ്രയാസങ്ങളും ദുഷികളും ആക്ഷേപങ്ങളൊക്കെ കടന്നു വരും. അതൊന്നും നമ്മെ തളർത്താൻ കഴിയില്ല. കാരണം അത് വരുംതോറും നമുക്ക് ശക്തി ഉണ്ടാകത്തില്ല. അതാണ് ദൈവത്തിന് പ്രത്യേകമായ വിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ആകാശം മാറിയാലും ഭൂതലം മാറിയാലും വചനത്തിൻ്റെ പുള്ളിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. എഴുതിയിരിക്കുന്നത് നിവൃത്തിയാവും. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്, ചിന്തിപ്പിക്കുന്ന അപ്രമായ സംഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ വെട്ടി ഞുറുക്കി 9 കഷ്ണമോ അല്ലെങ്കിൽ 100 കഷ്ണമോ 90 കഷ്ണമൊക്കെ ആക്കി മാറ്റി മനുഷ്യൻ മാറ്റിവെച്ച് അങ്ങനെ പലരും ശിക്ഷയ്ക്കായി അർഹതയായി പലരും നമ്മുടെ ഇന്ത്യയിലുള്ളവർ പോലും പലരുമൊക്കെ ജയിലുകളിൽ അടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മേനെ വെട്ടിക്കൊല്ലുന്ന കാലഘട്ടം, സ്വന്തം ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന കാലഘട്ടം, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയും വിശ്വാസമില്ലാത്ത സംഭവമാണ്. കാരണം ലോകത്തിൻ്റെ നെറുകയിൽ മനുഷ്യൻ ഇന്ന് ദൈവഭയമില്ലാത്ത അനുഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒരു ദൈവഭയം ഉണ്ടായി വന്നാൽ അവനെയും ദൈവഭയമില്ലാത്തവനാക്കി മാറ്റുകയാണ്. ഉദാഹരണത്തിന് മദ്യപാനമൊക്കെ നിർത്തി സമാധാനമായി ജീവിച്ച് ഒരു കുടുംബാട്ടൊക്കെ പോകണമെന്ന് ചില താല്പര്യപ്പെടുമ്പോഴും അവിടെ ചെന്ന് അവരെ സ്വസ്ഥതകളെ കെടുത്തി അവരെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുത്താനുള്ള പദ്ധതികളാണ് മനുഷ്യൻ പലരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു വേർപെട്ട ജീവിതം നമുക്കുണ്ടെങ്കിലേ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകാൻ കഴിയും. ദൈവം പറയുന്നത് ഈ വഴി ഇടുക്കവും ഞെരുക്കമുള്ളതാണ്, കഷ്ടവും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്രവർത്തന മേഖലയാണ് സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. മനുഷ്യൻ ഇന്നും തെറ്റിദ്ധാരണയെ ധരിച്ചു വെച്ചിരിക്കുക. കാരണം ഹിന്ദുക്കൂസിലായാലും അമേരിക്കയിൽ നിന്ന് പണം വരും, ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പലരും ധരിച്ചു വെച്ചിരിക്കുക. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ 1-2 പേരൊക്കെ അമേരിക്കയിലേക്ക് പോകും, അവർക്ക് കുറേ പൈസ കിട്ടും. പക്ഷെ അങ്ങനെ കണ്ടമാനം പൈസയൊന്നും കിട്ടത്തില്ല. മനുഷ്യൻ്റെ ചിന്ത ഇപ്പോഴും അങ്ങനെയാണ്. ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു വാർത്ത വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിൽ പണം വന്നെന്നാണ് അവർ പറയുന്നത്. ഡിവോഴ്സുകാരുടെ ജീവിതത്തിൽ പലരും ജോലിയുള്ളവരൊക്കെ ഉണ്ട്, നല്ല നല്ല ജോലിയൊക്കെ ഉള്ളവരാണ്. ആ പൈസയെ കൊണ്ടാണ് വീടും കാറൊക്കെ മേടിക്കുന്നത്. അല്ലാതെ അമേരിക്കയിൽ നിന്ന് വരുന്ന പൈസ കൊണ്ടോ ഒന്നുമല്ല. തെറ്റായ ചിന്തകൾ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. അത് അവരടുത്ത് പറഞ്ഞു കൊടുത്താലും അവർ വിശ്വസിക്കാത്ത ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ ജോലി ചെയ്താണ് ഞങ്ങൾക്ക് ഈ സമ്പത്തൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് വിശ്വാസമില്ല. പിന്നെ എങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ദൈവജനത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലോകത്തിൽ പലയിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിലുള്ളവർ കർത്താവ് വ്യക്തമായി പറയുന്നത്, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ തെറ്റിപ്പോകാതെ, നിങ്ങൾ നശിച്ചു പോകാതെ, നിങ്ങൾ തകർന്നു പോകാതെ, നിങ്ങൾ പിന്മാറിപ്പോകാതെ, നിങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾ അനുവാദനെ തള്ളിക്കളയാതെ, നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ കടന്നു വരുമ്പോഴും നിങ്ങൾ മുറിവുറുക്കുന്നവരായി തീരാതെ, നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ തകർന്നു പോകാതെ, നിങ്ങൾ പിന്മാറിപ്പോകാതെ നിൽക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുകയും എന്ന് ദൈവവചനം വ്യക്തമായി രേഖപ്പെടുത്തി പറയുന്നത്. നമ്മെ സൂക്ഷിക്കുന്നത് വേറൊരാളല്ല, നാം നമ്മെ സൂക്ഷിക്കണം. പിന്നെ ദൈവം നമ്മെ സൂക്ഷിച്ചുള്ളൂ, അത് വേറൊരു അർത്ഥമാണ്. നമ്മളെ സൂക്ഷിക്കേണ്ട, നമ്മളെ സൂക്ഷിക്കുക. അതായത് മദ്യപാനം ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫുഡ്, ആഹാരങ്ങൾ കഴിക്കുന്ന മനുഷ്യൻ രാവിലെ, ഉച്ചയ്ക്ക്, അതുപോലെ തന്നെ 3 മണിക്ക്, 3 മണി കഴിഞ്ഞാൽ വൈകിട്ട് പത്തിരിയും ഇറച്ചിയും ബീഫൊക്കെ കഴിച്ചിട്ട് വീണ്ടും വീട്ടിൽ വന്ന് ഭൂതാനം കഴിച്ച് ഫുഡ് കഴിക്കുന്നത് തന്നെ ഇഷ്ടംപോലെ കഴിച്ച് അവർ പോവുകയാണ്. നിയന്ത്രണമില്ലാത്ത ഫുഡ് കഴിക്കലും.
അതുപോലെ വിവാഹ ബന്ധങ്ങൾ വേർപെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ സാഹചര്യങ്ങളാണ് അതിന് മോശമായ രീതിയിൽ മനുഷ്യനെ തെറ്റിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും ഒരു തെറ്റ് മനുഷ്യന് വന്നാൽ തന്നെ മനുഷ്യൻ പിന്നെ അങ്ങനെ ജീവിതകാലം വരെ ആർക്കും കാണുന്നു. ഉദാഹരണത്തിന് ഒരാളിപ്പോൾ തേങ്ങ ഒരു അയ്യത്തേറിയ തേങ്ങ അടത്തി, അന്ന് തേങ്ങക്കള്ളന് അന്ന് കണ്ട അന്ന് അതുപോലെ തന്നെ പിന്നെ വിളിച്ചു പറയുന്നത്. കേരളക്കാരുടെ സ്വഭാവം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കുറവ് വരുകയാണ് പിന്നെ അയാൾ അങ്ങനെ കാണുന്നത്. പിന്നെ അയാൾ എത്ര വിശ്വാസത്തിൽ മാനസാന്തരപ്പെട്ട് വന്ന് ദൈവഭാഗത്ത് നിൽക്കുമെന്ന് പറഞ്ഞാലും പഴയ രീതിയിലാണ് പിന്നെ കാണുന്നത്. അതിലൊക്കെ ഒരു മാറ്റം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയൂ. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൻ്റെ വചനം അക്ഷരപ്രതി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, ദൈവത്തോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചോദിക്കുമെങ്കിൽ ദൈവം ആത്മാവ് തന്നെ വെളിപ്പെടുത്തി തരും. നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ദൈവസന്നിധിയിലുണ്ട്. പരിഹാരം വരുത്താത്തിടത്തോളം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ വിഷമം വരുന്നതിൻ്റെ കാര്യത്തിന് വേണ്ടി ദൈവത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരു പരിഹാരം തരിക, അതെങ്ങനെ കൊണ്ടുപോകേണ്ടത് എത്തിക്കൊണ്ട് പോകാമെങ്കിൽ സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഇന്നാർക്കും സമയമില്ല. അവർ പ്രാർത്ഥിക്കുന്നു, പോകുന്നു, പ്രസംഗം കേൾക്കുന്നു, പോകുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചാലും സംശയങ്ങൾ കാര്യം ചോദിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിച്ചാലും ഒരു പരിഹാരം കണ്ടെത്തുക ആർക്കും സമയമില്ല. അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ദൈവത്തിന് സന്നിധിയിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവം അതിനുള്ള മറുപടി, അതിനുള്ള കാര്യങ്ങളൊക്കെ പരിഹാരം തരാൻ ദൈവം ശക്തനായ ദൈവമാണ്. കാരണം കാൽവറിയിൽ കർത്താവ് യേശു ക്രിസ്തു തകർക്കപ്പെട്ടു അവസാനത്തെ രക്തം മാനവരാശിക്ക് ഉപയോഗിക്കും. ആ യേശു ക്രിസ്തുവിലൂടെ ഉള്ളതായ രക്ഷ നമുക്ക് ഇന്നും അന്നുണ്ട്. അതൊരിക്കലും മാറത്തില്ല. ആകാശം മാറും, കൂടുതൽ മാറും, പക്ഷെ ദൈവത്തിൻ്റെ രക്ഷ ഒരു നാൾ മാറില്ല. അത് ഇന്നും ആ പുതുമയോടെ തന്നെ നിൽക്കുകയാണ്. കൽവറിയിലേക്ക് ചെല്ലുക. ഞാൻ നിങ്ങളോട് ചിന്ത പറയുക, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു ദൈവം, അതായത് സ്നാനപ്പെട്ട് വിശ്വാസം പ്രാപിച്ചു കൂട്ടായ്മ ദൈവം ആരാധന പോകുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ അല്ലെങ്കിൽ ഒരു ഉയർച്ച ഇല്ലാതെ വരുമ്പോൾ അത് ശാപമൊന്നുമല്ല. തലമുറ ഇല്ലാതെ ഇരുന്നാൽ അതും ശാപമൊന്നുമല്ല. മറ്റൊരു കാണുന്ന രീതിയിൽ ഒന്നും ജീവിതത്തിൽ കണ്ടില്ലെങ്കിലും അത് ശാപമൊന്നുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ അല്ലാതെ ഉള്ള ജീവിതമാണെങ്കിൽ, സ്നാനപ്പെടുകയോ വിശ്വാസമില്ലാതെയോ ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശാപം തന്നെ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ക്രിസ്തു ഇല്ലെങ്കിൽ അവർക്കും തലമുറകളും ജോലികളൊക്കെ ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് അതിനെ വിശദീകരിക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവർ, അവർക്ക് ഇതെല്ലാം ഉണ്ടാകുന്ന അവർ വിചാരിക്കുന്നത് അവരുടെ ശാപം മാറിയെന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അവർക്ക് ശാപം ഇല്ലെന്ന്. കാരണം അവർ യേശുവിന് വിശ്വാസമില്ല, യേശുവിന് വിശ്വാസമൊന്നുമില്ല. അവർ പല നേർച്ചകളിലും വഴിപാടുകളിലും പല കൂട്ടായ്മയിലും ഒക്കെ പോവുകയാണ്. യേശുവിനെ ഉപേക്ഷിച്ച് മറ്റുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ഉണ്ട്, അത് അനുഗ്രഹമാണെന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വന്ന് സ്നാനപ്പെട്ട് വിശ്വാസം പ്രാപിച്ച് കൂട്ടായ്മയിൽ ദൈവമായി ജീവിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിലും അത് ശാപമൊന്നുമല്ല. കാരണം ക്രിസ്തു നമ്മുടെ ശാപത്തിന് പരിഹാരം തരുവാനാണ് കാൽവരിയിൽ യാഗമായി. കാരണം ആദാമിൻ്റെ ലംഘനത്താൽ മാനവരാശികളെല്ലാം പാപത്തിൽ വീണ് ശാപത്തിൽ വീണ് അതിന് പരിഹാരം തരുവാനാണ് യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത്. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടാനെന്നുള്ള ഞാൻ വ്യക്തിപരമായ ഒരു സന്ദേശം പറയുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലാണ്, നാം ക്രിസ്തുവിലാണ്. നമുക്കൊന്നും ദൈവം തന്നില്ലെങ്കിലും അത് ശാപാട്ട് കരുതരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. നമ്മുടെ ശാപം ദൈവം ഏറ്റെടുത്തു. എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും ലഭിക്കാതിരുന്നാൽ അത് ശാപമല്ല, ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ഉദാഹരണത്തിന് യോബിൻ്റെ ജീവിതത്തിൽ വളരെ സമൃദ്ധിയോടെ അനുഗ്രഹമായി ജീവിച്ചൊരു വ്യക്തിയാണ്. കാരണം മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ കുഞ്ഞുങ്ങൾ പോലും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഹൃദയം കൊണ്ട് പാപം ചെയ്തു പോകുമല്ലോ എന്ന് ഓർത്ത് യാഗങ്ങൾ അർപ്പിച്ച് വളരെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ആളാണ്. പക്ഷെ അയാളുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്ത്, ദൈവത്തെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത് ശാപമാണ്. ശാപമല്ല.
ദൈവസന്നിധി നന്മയും തിന്മയുണ്ട്. അത് ക്രിസ്തുവിലുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതിൽ നന്മയും തിന്മയുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ കിട്ടിയില്ലെന്ന് വരും, ചിലപ്പോൾ കിട്ടിയെന്ന് വരും. കിട്ടുന്നത് കൊണ്ട് അത് അനുഗ്രഹം എന്നുള്ളതല്ല. കിട്ടിയില്ലെങ്കിലും അത് അനുഗ്രഹം തന്നെ, കിട്ടിയാലും അനുഗ്രഹം. ദൈവത്തിന് വേണ്ടി, ഹിതത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു പോയിന്റ് ഞാൻ പറയുകയാണ്, ക്രിസ്തുവാണ് രക്ഷകൻ. അതിൽ കൂടെയാണ് നമുക്ക് പാപമോചനം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. സ്തോത്രം. അത് നമ്മൾ വിശ്വസിക്കുക. ഈ ലോകത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും ക്രിസ്തുവിലാണോ നിന്റെ ശാപം മൊത്തവും ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു. നീ സ്വതന്ത്രനായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവത്തിലായി മാറിയിരിക്കുകയാണ്. നിന്നെ സഹായിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ, നിന്നെ ശക്തീകരിപ്പാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കേട്ട് വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. മാത്രമല്ല, സ്തോത്രം, ഞാൻ പറഞ്ഞു വന്ന വിഷയം ലോക അവസാനത്തെക്കുറിച്ചുള്ള സന്ദേശമാണ്. അതുകൊണ്ട് ലോക അവസാനത്തിൽ സംഭവിക്കുന്ന അനേക കാര്യങ്ങൾ പ്രവചനമായി, ദൂതായി യേശുക്രിസ്തു സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചു പഠിക്കുമ്പോൾ അതിൽ തന്നെ ഉണ്ട് സകല കാര്യവും. അതുകൊണ്ട് മറ്റുള്ളവർ തെറ്റിക്കാതെ, മറ്റൊരു തെറ്റിലേക്ക് നമ്മൾ നയിപ്പാൻ ഇടവരുത്താതെ, അന്യായ കൂട്ടായ്മയിൽ നമ്മൾ അകപ്പെടാതെ, പിശാചിന്റെ കൂട്ടായ്മയിൽ നമ്മൾ അകപ്പെടാതെ, ഹല്ലേലൂയ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കൂട്ടായ്മ ചെന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. യേശു ശമരിയ സ്ത്രീയോട് പറഞ്ഞു, ആ മലയിലല്ല ഈ മലയിലല്ല സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട നാഴികയുണ്ട്. അല്ലെങ്കിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട നാഴിക വന്നിരിക്കുന്നു. എവിടെയാണ് വന്നിരിക്കുന്നത്? പെന്തക്കോസ്ത് നാളിലാണ് ആ നാഴിക വന്നത്. സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ പെന്തക്കോസ്ത് നാളില് അതാരംഭം കുറിച്ചു. അതാണ് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത്. അന്യായ ആരാധനയിൽ ചെന്നുവിട്ട് ശാപമായി തീരുന്നു. ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു ആരാധനയെ ആലയം എന്ന് പറയുന്നത്. അവിടെ ആരാധിച്ച് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും ലഭിച്ചില്ലെങ്കിൽ അത് ശാപമല്ല, നമുക്ക് നിത്യത്തിലെത്താൻ തീരും. നിത്യത്തിലെത്തുവാൻ നമുക്ക് സാധ്യമായി തീരും. അവിടത്തേക്കുള്ള ആ യാത്രയിലാണ് മനുഷ്യൻ്റെ ചിന്ത വേണ്ടത്. ആ മഹനീയമായ ചിന്ത, തേജസ്സേറിയ ദൈവത്തിൻ്റെ, തേജസ്സിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ, ദൂതന്മാരുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തെ കാണട്ടെ. ഹല്ലേലൂയ. തെറ്റായ ചിന്തകളും തെറ്റായ പ്രവർത്തനങ്ങളും തെറ്റായ ശൈലികളും ലോകത്തിൽ മനുഷ്യൻ പറഞ്ഞ് പഠിപ്പിക്കപ്പെടുകയാണ്. ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വചനം പഠിച്ചു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ വിടുതലെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമുണ്ട്. അതുകൊണ്ട് തെറ്റായ ചിന്തകളിൽ അകപ്പെടുന്നത്. നമ്മുടെ കർത്താവ് സകല ശാപവും ഏറ്റെടുത്തു, സകല പാപവും ഏറ്റെടുത്തു, നമ്മെ സ്വതന്ത്രരാക്കി. പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ശാപത്തിൽ നിന്ന് വിടുവിച്ച്. ഹല്ലേലൂയ. രോഗത്തിൽ നിന്ന് വിടുവിച്ച്. ഹല്ലേലൂയ. നമ്മെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ആക്കി. ആ മഹനീയമായ കൃപ ഓർത്ത് നാം എത്ര പാടി സുഖിച്ചാലും മതി വരില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവനെ ആരാധിക്കുന്നതും അവനെ സ്തുതിക്കുന്നതും അവനെ മഹത്വപ്പെടുത്തുന്നതും എത്രയോ ശ്രേഷ്ഠമായ അനുഭവമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നാം ചിന്തിച്ചു കൊള്ളുക, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെയായിരിക്കും കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയായ ലക്ഷണങ്ങൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആശ്രയിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഉറ്റവരുടെ ഒരു സ്നേഹിത ബന്ധുക്കൾ, ചാർച്ചക്കാർ പലരും ഈ നിത്യ അഗ്നിയിലേക്ക് പോകാനിരിക്കുകയാണ്. അതിന് വിടുതൽ വേണമെങ്കിൽ ക്രിസ്തുവിൽ അവരെ ആനയിച്ചു കൊണ്ടുവന്നു അവർക്ക് പത്യോപദേശങ്ങൾ കൊടുത്ത അവരെ ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് നിർത്തി അവരെ നമ്മൾ നടത്തേണ്ട കടമ എന്നിലും നിങ്ങളിലും
അതുകൊണ്ട് അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നാം ചെയ്തെങ്കിൽ മാത്രമേ ദൈവം നമ്മെ അനുഗ്രഹിക്കൂ. ഞാൻ ഈ സന്ദേശം നിർത്തുകയാണ്. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നിറച്ചു ദൈവം നമ്മോട്ടുണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.